ഇതെല്ലാം മോളുണ്ടാക്കിയതാ? ചെറിയൊരു പ്രശ്നമുണ്ട്. മോൻ നോൺ വെജ് കഴിക്കത്തില്ല, ഞാനും. ഞാൻ വെജ് എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? അല്ല കുഴപ്പമില്ല അമ്മ, ഞാൻ ഉണ്ടാക്കാം. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഉപ്മാവ്. ഇവന് ഉപ്മാവ് മതിയെന്ന്. അതല്ല, പിന്നെന്താ മുള്ളാൻ പോണോ? കുക്ക് ചെയ്യാൻ ഞാനും കൂടി വരാം. അല്ല, ഈ ചെക്കനും പെണ്ണും സംസാരിക്കുന്ന ഒരു ചടങ്ങില്ലേ, ഇതാകുമ്പോൾ കുക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ആരും കുക്കില്ലേ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. റവ ഞാൻ റോസ്റ്റ് ചെയ്യാം. അയ്യോ, ഇത് റോസ്റ്റഡ് റവയാ. ആണോ? എന്നാൽ പീനട്ട് ഉണ്ടോ? പീനട്ട് ഞാൻ റോസ്റ്റ് ചെയ്യും. അല്ല, ഉപ്പുമാവിന് പീനട്ട് ഇടണം. അതെൻ്റെ ഒരു സീക്രട്ട് റെസിപ്പിയാ. ഷെഫാണോ? അല്ല, ആർക്കിടെക്ട്. അമ്മ പറഞ്ഞില്ല? അല്ല, ഇതൊക്കെ എങ്ങനെ? ഉപ്പുമാവ് എൻ്റെ ഒരു മെയിൻ ഐറ്റം. ആർക്കും ഉപ്പുമാവ് ഇഷ്ടമാണോ? എനിക്ക് പണ്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അമ്മ സ്ഥിരം ഉണ്ടാക്കി തന്നിരുന്ന സാധനമായിരുന്നു. ഇനിയിപ്പോൾ ആരും ഓഫീസ് ഇട്ട് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരാം. കല്യാണം ഉറപ്പിക്കുന്ന ലൈനിലോട്ടാ കാര്യങ്ങളൊക്കെ പോണേ. നിനക്കെങ്ങനെ ചെറുക്കൻ ഇഷ്ടമായോ? പുള്ളി നൈസാ, പക്ഷെ പുള്ളിനെ കുറിച്ച് കൂടുതൽ അറിയാതെ എങ്ങനെയാ. ഇപ്പൊ നിന്റെ പേരൻസോ അവന്റെ പേരൻസോ അവിടെ അല്ലേ? നിന്റെ മറ്റേ പ്ലാൻ ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്ക്. ശരി. പിന്നെ കല്യാണത്തിന് മുന്നേ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറച്ചുകൂടി കൂടുതൽ അറിയണമെന്ന് എനിക്കുണ്ട്. അതിന് നാളെ കെട്ട് നടക്കില്ല, 1.5 മാസം കഴിയും. ആ 1 മാസം ഞങ്ങൾ ഒന്നിച്ച് താമസിക്കും, എന്നിട്ട് പരസ്പരം ഓക്കെ ആണെങ്കിൽ മാത്രം കല്യാണം. അയ്യോ, ഞാൻ എൻ്റെ എക്സ്പ്രഷൻ ഇട്ടതാ മോനെ, നീ അവനെ കാണിക്കേ. ഇപ്പോഴത്തെ ഡിവോഴ്സ് റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴേ ആര്യമോള് പറഞ്ഞതാ കറക്റ്റ്. അവർ പരസ്പരം അറിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കട്ടെ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ആണുങ്ങളുണ്ട്. നിങ്ങൾ രണ്ടുപേരും 1 മാസം ഒരുമിച്ച് താമസിക്കട്ടെ, അതാണ് എൻ്റെ തീരുമാനം. പക്ഷെ എനിക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. റൂൾ നമ്പർ 1, നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഒരേ മുറിയിൽ കിടക്കാൻ പാടില്ല. റൂൾ നമ്പർ 2, നിങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് പോകാൻ പാടില്ല. റൂൾ നമ്പർ 3, അച്ഛാ, അമ്മ, ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചോ? ഞങ്ങൾ ചായ കുടിക്കാൻ പോകട്ടോ. ബൈ. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഏയ്, നമ്മളെല്ലാ കാര്യങ്ങളും അവരെ അറിയിച്ചൊന്നാണ് ചെയ്യുന്നതിനുള്ള തോന്നൽ അവർക്ക് ഉണ്ടായിക്കോട്ടെ. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ഉപ്മ. അതെ, ലഞ്ച് ആര്യാണ്. ഒരു കയ്പുണ്ടല്ലേ? ഈ ചായനെ പറ്റി കേട്ടിട്ടില്ലേ? കാവ മിഡിൽ ഈസ്റ്റിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാ. ഒരുപാട് ധാതുലവണങ്ങൾ ഉണ്ട് ഇതില്, മിനറൽസ്. ഞാൻ മലയാളം മീഡിയം ആയിരുന്നു, കുടിച്ചത് നല്ലതാ. രാവിലെ ധാതുലവണങ്ങളുള്ള ഒരു ചായ ഉപ്പുമാവും ഉണ്ടാക്കി തന്നു. ലഞ്ച് എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനില്ല. ധാതുലവണങ്ങളുള്ള ചായയോ? ആദ്യം മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളൊരു ചായ. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എന്നാ ഓക്കെ. ഇതെൻ്റെ ബിരിയാണി, ഇത് നവീൻ്റെ വെജ് ബിരിയാണി. എന്താ ഒരു വെജ് ബിരിയാണിക്ക് ഒരു പുച്ഛം? അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കാം. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ വെജ് ആണ്. ഈ വെജ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പോയില്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കഴിക്കുന്നവരാണ് ഇതിൻ്റെ അർത്ഥം ഡിഫൈൻ ചെയ്യുന്നത്. ഫിലോസഫിയൊക്കെ കൊള്ളാം. ശരിയാവുള്ള എന്നെ കുളിച്ചിട്ട് എന്താ ആ വാഷ് മെഷീൻ്റെ അവിടെ നിന്ന് ഒരു കറുത്ത ഫ്ലാഗ് കിടക്കണേ. ഫ്ലാഗ് അല്ല, എൻ്റെ അണ്ടർവെയറാ. അതിനോട് ഷോക്കേസ് ചെയ്യാൻ വെച്ചതാ? അല്ല, സാധാരണ ഞാൻ വീട്ടിലെ വാഷിംഗ് മെഷീൻ എൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെക്കാറ്. അമ്മയാണ് അലക്കണേ. അപ്പം ആ ഒരു ഓർമ്മയിൽ. ഇത്ര പ്രായമായില്ലേ നവീന? നാണമില്ലേ? ഇല്ല, ഞാൻ അലക്കും, എന്തായാലും അലക്കും. അലക്കിയാ കൊള്ളാം. ഓഫീസിലൊക്കെ എങ്ങനെ പോണേ? മെട്രോ.
മെട്രോയിൽ എന്തിനാ പോണേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല, അത് കുഴപ്പമില്ല. നമ്മളിവിടെ വന്നത് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ. കാറല്ലേ കുറച്ചും കൂടി റൊമാൻറ്റിക്. ഞാൻ അത്ര റൊമാൻറ്റിക് അല്ല. എന്നാലും നോക്കാം. വാ. ഫേവറേറ്റ് ആക്ടർ? നമുക്ക് സോറി, ലാലേട്ടൻ. ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ? സായി അഭ്യങ്കർ. സായി കുമാറിൻ്റെ? ആരുമല്ല. ആ, അപ്പം ഞാൻ ഉദ്ദേശിച്ചാണ്. ആര്യയുടെ ഓഫീസിലേക്ക് ഞാനും കൂടി വരട്ടെ? എന്തിനു? ഈ കൊളീഗ്സിനൊക്കെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ, ഫിയാൻസി എന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ശരി, ബൈ. എടാ, നീ ലഞ്ച് കഴിക്കാൻ വരുന്നില്ലേ? ഇല്ലടാ, എനിക്ക് ഇച്ചിരി വർക്ക് കൂടെ ബാക്കിയുണ്ട്. നീ പൊക്കോ, ഞാൻ വന്നോളാം. ഓക്കെ, ഫൈൻ. അതെ, ആ, താനെന്താ ഇവിടെ? താനോട് ഞാൻ പറഞ്ഞല്ലേ കൊളീഗ്സിനൊന്നും പരിചയപ്പെടാൻ സമയമായിട്ടില്ല. അതല്ല ഞാൻ ഈ അവന് എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അത് റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചോളൂ. രാവിലെ ലഞ്ച് പാക്ക് ചെയ്ത് തന്നപ്പോഴേ ലഞ്ച് ബോക്സ് മാറിപ്പോയി. ഇതെടുത്തിട്ട് എൻ്റെ വികാരമില്ലാത്ത ബിരിയാണി ഇല്ലേ, അതൊന്നും എനിക്ക് എളുപ്പമായിരുന്നു. ഒരു മിനിറ്റ്. സോറി, ധൃതിയിലെടുത്തപ്പോൾ മാറിപ്പോയത്. കുഴപ്പമില്ല, ഈ ചമ്മിയ മോങ്ങാണ് നല്ല രസമുണ്ട്. ശരി എന്നാ. ഇവിടെ വരെ വന്നതല്ലേ, ലഞ്ച് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ. അവളെ ഞാൻ പെട്ടെന്ന് തന്നെ വളച്ചെടുക്കുന്ന തോന്നണേ. എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ തളർത്തല്ലേ. നമുക്കറിയോ, ഇന്നലെ സാധാ ഉപ്പുമാവ്, ഇന്ന് മത്തനിട്ട് ഉപ്പുമാവ്, നാളെ പടവലം. ഞാൻ അവളെ ഇംപ്രസ് ചെയ്യും. ഇന്ന് വൈകുന്നേരം നീയല്ലേ കുക്കിംഗ്? എന്നെ വിളിക്കും, ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണമെന്നില്ല, നെഗറ്റിവിറ്റി വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ആ, അവളെ വിളിക്കണ്ട്. ശരി ശരി. ഹലോ, നവീൻ ഒന്ന് കിച്ചണിലോട്ട് വരുമോ? ഓ വരാലോ. ഇത്ര പെട്ടെന്ന് കൊച്ചു കള്ളി. അല്ല, ഞാൻ വീട്ടില് മനസ്സിലായി. വീട്ടിലമ്മ പാത്രം കഴുകി വെക്കുന്ന ഓർമ്മയിൽ വെച്ചിട്ട് പോയതല്ലേ. നമ്മൾ കഴിച്ച പാത്രം, നമ്മളിട്ട ഡ്രസ്സ്, ഇതൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്. അത് മോശം. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ ആട്ട കലക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണം? കലക്കേ? ആ, നമ്മൾ ഈ ആട്ടപ്പൊടിയിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ലിക്വിഡ് ഫോം ആക്കി. നവീൻ ഉപ്മാവല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അല്ലേ? അപ്പൊ രാവിലെ ഇട്ടുന്ന ധാതുലവണങ്ങളുള്ള ചായ അത് ഞാൻ യൂട്യൂബൊക്കെ ഉണ്ടാക്കിയത്. യൂട്യൂബ് എന്താ പറഞ്ഞു? യൂട്യൂബ് 2 ഗ്ലാസ് വെള്ളം എടുക്കുക, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ തേയിലയിട, തിളപ്പിക്കുക. ഈ ടേബിൾ സ്പൂൺ ഏതാ? ടേബിളിലിരിക്കുന്ന സ്പൂൺ. ഇതോ? ടേബിളിലിരിക്കുന്ന സ്പൂണല്ല, ടേബിൾ സ്പൂൺ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ അമ്മ കുറച്ചാൾ ഹോസ്പിറ്റലിലായിരുന്നു, നടുവേദന. അപ്പോൾ ഈ അനിയത്തിക്ക് എല്ലാ ദിവസവും ഉപ്പുമാവ് വേണം. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേറെ ആരാ? അവസാനം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പഠിച്ചു. എന്നോട് പറയരുതില്ലേ കുക്കിംഗ് അറിയില്ല എന്നുള്ളത്. അത് ഈ ഉപ്പുമാവിൻ്റെ അനാട്ടമിയാണ് എല്ലാത്തിനും എന്നാണ് എൻ്റെ ഒരു വിചാരം. കുഴപ്പമില്ല, ഞാൻ കുക്കിംഗ് ക്ലാസ് എടുത്ത് തരാം. നമ്മൾ പഠിക്കാം. ഈ വെറ്റില അടക്ക അങ്ങനെ എന്തെങ്കിലും ഓവറാക്കണ്ട. ഇത് റൗണ്ടായില്ലല്ലോ. റൗണ്ട് അവിടെ നോക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. ഇപ്പോൾ എടുത്തിടും. ചപ്പാത്തി എടുത്തിട. ഇനി മറിച്ചിടും. ചപ്പാത്തിയുടെ കാര്യമാണ് പറഞ്ഞേ. ഞാൻ ചെയ്തോളാം. ബാക്കി ക്ലാസ് നാളെ കേട്ടോ. നമ്മുടെ പേഴ്സണൽ ചിലവുകളല്ലാതെ ബാക്കി വരുന്ന എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യണം. ഈ കറണ്ട് ബില്ല്, ഗ്രോസറി ഷോപ്പിംഗ്, ഈ ഫ്ലാറ്റിൻ്റെ റെൻറ്റ്, അങ്ങനെയൊക്കെ. ഫ്ലാറ്റിൻ്റെ റെൻ്റൊക്കെ ഫ്രീ ആണ്, ബാക്കി ഷെയർ ചെയ്യാം. ഒരു 150 അയച്ചേക്കും. അതെന്തിനാ? രാവിലെ ഡ്രോപ്പ് ചെയ്തില്ലേ, അതിൻ്റെ ട്രാവൽ അലവൻസ്. ഞാൻ വേറൊരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ? ഈ കുക്കിംഗ് ചാനലിലെ ചേച്ചിമാർ പറയൂലേ, ഈ പാകത്തിന് ഉപ്പ്, ഈ പാകത്തിന് സാമ്പാർ പൊടി, എന്താണ് ഈ പാകം? പാകം പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പാകം, അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അറിഞ്ഞൂടല്ലേ? പിന്നെ ഈ ഫ്ലാറ്റിന് എന്താ റെന്റില്ലാന്ന് പറഞ്ഞാൽ നല്ല ബന്ധുക്കളുടെയാ? ഇതെന്റെ ബോസിന്റെ. അവിടെ റെന്റ് വേണ്ടേ? ബോസ് റെന്റിന് കൊടുത്ത് പ്രോപ്പർട്ടി ചെയ്ത് കഴിഞ്ഞ താമസിച്ച കപ്പിൾ ഇവിടെ തൂങ്ങി മരിച്ചു. എന്നിട്ടെന്ത്, ഇവിടെ പ്രേതശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് റെന്റിന് കൊള്ളാം. പിന്നെ ഓരോ അന്ധവിശ്വാസങ്ങൾ. ചില രാത്രികളിൽ ഞാനിവിടെ ചില സൗണ്ടൊക്കെ കേൾക്കാറുണ്ട്. ചുമ്മാ കളിക്കല്ലേ? കുടുംബക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് കിട്ടിയ ചരടാണ് എൻ്റെ അരയിൽ കാണാൻ. എനിക്കിതൊന്നും വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാത്തവരെ പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ പാത്രം കഴിയിട്ട് കിടന്നുറങ്ങിക്കോളാം. ഞാൻ ഉറങ്ങിയ നോക്കാൻ വന്നതാ. ഉറങ്ങിയല്ലോ. പിന്നെ ഞാനെന്താ ഇവിടെ കിടന്നാലോ? നവീന ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാന്നല്ലേ പറഞ്ഞത്? ബിഗ് ബോസ് സമ്മതിക്കൂല. ബിഗ് ബോസ് അച്ഛനമ്മ ക്യാമറ. അന്ന് നമുക്ക് ഹോളിൽ കിടക്കാം. എൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, എനിക്ക് പേടിയൊന്നുമില്ല. ആരെയൊക്കെ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. അപ്പൊ കിടന്നുറങ്ങി. ഗുഡ് നൈറ്റ്. എടാ, ഇതൊന്നും ഇവിടെ ഓർഡർ ചെയ്തുള്ള ആരും. പിന്നെ ഇത് ഫ്ലാറ്റ് അല്ലേ, ഇവിടെ എങ്ങനെ കുഴിച്ചിടാനാ? സെയിം ഫ്ലാറ്റ് നമ്പർ തന്നെയാണല്ലോ. പിന്നെ കുളിച്ചിടണമെന്നില്ല, 4 മൂലയ്ക്ക് കെട്ടിയിട്ടാൽ മതി, പ്രൊട്ടക്ഷൻ കിട്ടിക്കോളൂ. പ്രൊട്ടക്ഷനാ? ഇവിടെ ഒന്നും ആർക്കും പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട. അതാണ് പോയത്. സമ്പൂർണ്ണ രക്ഷായന്ത്രം. അതെ. ഇതെന്തിനുള്ളതാ? ദുരാത്മാക്കളിൽ നിന്ന് രക്ഷ നേടാൻ. വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഓർഡർ ചെയ്തൊന്നുമല്ല. പിന്നെ എനിക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ കിട്ടിയതാ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മീ പുറത്ത് പോകുന്നുണ്ടോ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഒരു പാഡ് മേടിച്ചോണ്ട് തരോ? വരിട്ടതോ വരയിടാത്തോ? വരിട്ടാണെങ്കിൽ എൻ്റെ ഇരിപ്പുണ്ട്. വരയിട്ടതോ? റൈറ്റിംഗ് പാഡ് അല്ലേ? അയ്യോ, റൈറ്റിംഗ് പാഡ് അല്ല, എനിക്ക് പിരിച്ച സാനിറ്ററി പാഡ്. പാഡോ? അത് ഞാനെങ്ങനെ മേടിക്കുക? അതെന്താ? ഞാൻ പുരുഷനല്ലേ, അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടന. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഞാൻ മേടിച്ചു തരാം. ഓക്കെ ആയിരിക്കുമല്ലേ? ഹലോ, ഈ നീല, കറുപ്പ, ഓറഞ്ച്, കിളിപ്പച്ച, ഏത് കളറാണ് വേണ്ടേ? ഡ്രസ്സ് എടുക്കാൻ പോയോ? അല്ല, പാഡ് മേടിക്കാൻ പറഞ്ഞില്ല, അതിൻ്റെ കളറ്. കളർ ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കളർ ചേഞ്ച് നോക്കാം. ഓറഞ്ച് കളർ എടുത്താൽ മതി. ഓക്കെ, ശരി ശരി. മോനെ, ഇതൊന്ന് പൊതിഞ്ഞു. ആ പാഡ് ഓക്കെ ആയിരുന്നില്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അത് മനസ്സിലായി. നമുക്കെന്നാ ഉപ്പുമാവ് ഉണ്ടാക്കിയല്ലോ. ദിവസം ഉപ്പുമാവ് തരാനത് എന്താ അംഗൻവാടി? ഇന്ന് വെറൈറ്റി ഉണ്ട്. നമുക്ക് പൊരിച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതൊന്നും വേണ്ട, നമുക്ക് പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാൻ വെജല്ലേ, ഉപ്പുമാവ് മതി. ആ, വല്ല പഴവും കൂട്ടി കഴിക്കും. പുട്ട് മതി. ഉപ്പുമാവ് മതി, ഞാൻ വെജാ. എന്തൊരു ഉപ്പുമാവ്? വിട് വിട്, കളിക്കല്ലേ. വെജ് മതി. അത് താരം ഇല്ലേ? ഞാൻ CCTV ഒന്ന് നോക്കാം. ഇന്നതാരും കാണുന്നില്ലല്ലോ. ഒന്നുകൂടെ ബെല്ലടി മനുഷ്യ. അടിക്കാനല്ലേ? അടിക്ക്. എന്താടാ ഇത്? ഞങ്ങള് ഹോളി ആഘോഷിച്ചത്. അരിപ്പൊടി കിട്ടോ? ഓഫ് സീസൺ ആയതാണ്, കളർ പൊടിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് അരിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ വന്ന കാര്യം പറഞ്ഞ് ചെറിയൊരു പ്രശ്നമുണ്ട്, പേടിക്കാനൊന്നുമില്ല. എന്താ? ഞങ്ങളിപ്പോൾ ആരുടെ വീട്ടിൽ നിന്ന് വരുന്ന നമ്മളെ അമ്മ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. അയ്യോ, അല്ല പേടിക്കാനൊന്നുമില്ല, ചെറിയ ഉളുക്ക് മാത്രമേ ഉള്ളൂ. മോളോട് ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അരിപ്പൊടി മൊത്തം പോയി, ഇനി പറവ് മാത്രമല്ലേ ഉള്ളൂ. ഉപ്പുമാവ് ഉണ്ടാക്കിക്കോ. അത് കുഴപ്പമില്ല മോളെ, ഞങ്ങളോട് ഒരാഴ്ച ഉണ്ടാകും കേട്ടോ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് മോളെ അല്ലേ, ഊരാൻ വെയിറ്റ് ചെയ്യുക. ശരി ശരി. ഹലോ, അമ്മക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒരാഴ്ച റെസ്റ്റ് വേണം. ഓക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം. എന്തിന്? ഡൗട്ട് ക്ലിയർ ചെയ്യണ്ടേ? ഓക്കെ. ഓക്കെ. ഈ തേങ്ങാവെള്ളം വെച്ച് അടപ്രഥമൻ ഉണ്ടാക്കുന്ന ഒരു റീല് കണ്ടേ, അത് സയന്റിഫിക്കലി പോസിബിൾ ആണോ? അത് അതൊക്കെ വല്ല AI ആയിരിക്കും. ഹലോ, എന്താ പരിപാടി? ചിക്കൻ കറി ഉണ്ടാക്കുന്നു. ചിക്കൻ കറിയിൽ കടുകും സവാളയൊക്കെ തളിച്ചോ? തളിക്കല്ല, താളിക്കുക.
ഓ സോറി. പിന്നെ ലോകത്തുള്ള എല്ലാ കറികളും ഇങ്ങനെ ഇങ്ങനെ താളിക്കില്ല. ഓരോ കറികളും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആരെന്നെ മിസ് ചെയ്യണ്ടോ? ഇല്ല. കളഞ്ഞ് ഇതൊന്ന് റൊമാൻറ്റിക് ആവടോ. അറ്റ്ലീസ്റ്റ് വെറുതെങ്കിലും പറ എന്നെ മിസ് ചെയ്യണ്ടെന്ന്. നവീൻ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? കള്ളം പറയണമെന്നില്ല. അങ്ങനെ വെച്ചാ ആ രാത്രി ഒറ്റയ്ക്ക് റൂമിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെറുതായിട്ട് പേടിയില്ലേ? ഇല്ലടോ, ഞാൻ അയാളെ മിസ് ചെയ്യണ്ട്. ആരും നിന്നെ ഇങ്ങോട്ട് വരാം. ഇനി അങ്ങോട്ടൊരു തിരിച്ചു വരവുണ്ടാവുമെന്ന് തോന്നണില്ല. എന്താ? സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയുടെ കാലിലായിരുന്നില്ല പ്രശ്നം. പിന്നെ നാട്ടുകാർ കുറേ പേര് നമ്മൾ ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പം അമ്മ പറഞ്ഞു ഇനി അങ്ങോട്ട് ഒന്നിച്ച് താമസിച്ചിട്ട് പരസ്പരം മനസ്സിലാക്കുന്ന പരിപാടി വേണ്ട, ഇതുവരെ താമസിച്ച് വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ മതിയെന്ന്. എന്താണ് ആര്യയുടെ ഡിസിഷൻ? കേട്ടിടത്തോളം നീ ഉദ്ദേശിക്കുന്ന പയ്യനല്ല അവൻ. എന്നാൽ പിന്നെ ഓപ്പണായിട്ട് വേണ്ടെന്ന് പറഞ്ഞൂടെ? വെറുതെ രണ്ടുപേരുടെ സമയം കളയണ്ട. ഇവിടെ എന്തോ ഒരു ചിക്കൻ ബിരിയാണിയുടെ മണം. ഞാനേ ഇന്ന് ആര്യനെ കാണാൻ പോകുന്നുണ്ട്. അവൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ഉണ്ടായിക്കൊണ്ടെന്ന് വിചാരിച്ചു. എടാ, ഇതൊക്കെ ആണുകൾ ചെയ്യേണ്ട പണിയാണോ? നീ അവളെ കാണാൻ പോകുമ്പം അവളല്ലേ നിനക്ക് ഉണ്ടാക്കി തരണ്ടേ? എൻ്റെ കുക്കിംഗ്, ക്ലീനിങ്, അലക്കല് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ? അതിൽ ആണ് പെണ്ണെന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ആ അവളെ മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പോയിട്ട് ചെല്ലു ചെല്ലു. ഇടി ഞാൻ വിളിക്കാം. ഹലോ. ഹായ്. ഞാൻ ലേറ്റ് ആയോ? ഇല്ല. എന്നിട്ട് മഴയുണ്ടോ അവിടെ? ചെറുതായിട്ട്. അവിടെ അതിന് ശേഷം പെയ്തിട്ടൊന്നുമില്ല. ഞാൻ പോയതിനു ശേഷം പേടിയുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കിടക്കാൻ. മറ്റേ സ്ക്രാച്ച് വേണ്ടി കിട്ടിയ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ലേ? സേഫ് ആയിരുന്നു. ശരിക്കും അത് സ്ക്രാച്ചിൽ നിന്ന് കിട്ടിയതൊന്നും അല്ല, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. ഇനി മനസ്സിലായില്ല എന്ന്. ഇനി എന്താ ചെയ്യും നമ്മുടെ കാര്യം? തീരുമാനമായോ? നമ്മുടെ കാര്യം ഓക്കെ. നമ്മൾ രണ്ടുപേരും ഭയങ്കര ഡിഫറെൻ്റ് ആളുകളാണ്. നമ്മളെ ലൈഫിനെ കുറിച്ചുള്ള വ്യൂ, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വിശ്വാസം. ആരെയോ ഇതെങ്ങോട്ട് പോകണമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിങ്ങനത്തെ സീനിലൊക്കെ നല്ല എക്സ്പീരിയൻസ്. അല്ല, ഇതെന്താ? വികാരമുള്ളൊരു ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയതാണ്. റൊമാൻറ്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിന് സ്കോപ്പൊന്നുമില്ലല്ലോ. ശരി, പറ്റില്ല എന്ന് അങ്ങോട്ട് പറ. പക്ഷെ അമ്മ ഓരോ മിസ്റ്റേക്കിന് ശേഷം പുള്ളി കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നീ എന്താ പറയാൻ പോണേ? ഒറ്റ ദിവസം കൊണ്ടെല്ലാം അങ്ങോട്ട് മാറുന്നൊന്നും ഞാൻ വിചാരിക്കണില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതെല്ലാവരും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നേ. തുറന്നു നോക്ക്. എന്താ വെജ് ബിരിയാണി. വികാരമില്ലാത്ത ബിരിയാണി ഇയാൾക്ക് ഇഷ്ടമല്ലല്ലോ. എനിക്കിഷ്ടമല്ല എന്ന് വെച്ചിട്ട് എന്താ? ഫുഡൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട്